ഇനി നമുക്ക് ഫോർത്ത് സെക്ഷനാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. വളരെ ചെറിയൊരു പോർഷനേ അതുള്ളൂ. അതിൻ്റെ ഹെഡിങ് ഏരിയാസ് ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. ഏരിയാസ് ഓഫ് സർഫസസ് ഓഫ് റെവല്യൂഷൻ. അപ്പം നമ്മൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു കേർവിനെ ഒരു ആക്സിസിൽ കൂടെ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സർഫസിന് നമ്മൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, അതിൻ്റെ വോളിയം കാണാനുള്ള പല മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് അതിൻ്റെ സർഫസ് ഏരിയ. ചില കേസിൽ നമുക്ക് വോളിയത്തിനേക്കാളും ആവശ്യം വരുന്നത് സർഫസ് ഏരിയ ആയിരിക്കും. അപ്പോൾ സർഫസ് ഏരിയ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഇനി ജസ്റ്റ് 2 ഫോർമുല മാത്രമേ ഉള്ളൂ ഡെഫിനിഷനായിട്ട്. സർഫസ് അത് എ പാർട്ട് നമുക്ക് ചോദിക്കാം. എ പാർട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഫോർമുല ചോദിക്കാറുള്ളതാണ് സ്ഥിരമായിട്ട്. ഒന്നെങ്കിൽ എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ എന്താണ്, അല്ലെങ്കിൽ വൈ ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ എന്താണ്. അപ്പോൾ 2 ആക്സിസിലും നമുക്ക് റെവല്യൂഷൻ ഫോർമുലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സിന് പകരം വൈ വരും, വൈക്ക് പകരം എക്സ് വരും, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഡെഫിനിഷനാണ്. എൻ്റെ കൂടെ ആദ്യം ഹെഡിങ് എഴുതണം നോട്ടിൽ. അത് കഴിയുമ്പോൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഡെഫിനിഷൻ: if the function f of x greater than or equal to 0, if the function f of x greater than or equal to 0 is continuously differentiable, on closed interval AB. If the function f of x greater than or equal to 0 is continuously differentiable on closed interval AB, comma, the area of the surface generated by revolving the graph of y equal to f of x, the area of the surface generated by revolving the graph of y equal to f of x about the x-axis is if the function f of x is greater than or equal to 0 is continuously differentiable on closed interval AB, the area of the surface generated by revolving the graph of y equal to f of x about the x-axis is, നമ്മൾ അതിന് കൊടുക്കുന്ന നൊട്ടേഷൻ ക്യാപിറ്റൽ എസ് ആണ്. സർഫസ് ഏരിയയ്ക്ക് കൊടുക്കുന്ന നൊട്ടേഷൻ മറ്റേ വോളിയത്തിന് നമ്മൾ ബി കൊടുക്കുന്നത് പോലെ സർഫസ് ഏരിയയ്ക്ക് കൊടുക്കുന്ന നൊട്ടേഷൻ എസ് ആണ്. എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി 2πy. എക്സ് ആക്സിലാണ് ചെയ്യുന്നതെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx സ്ക്വയർ dx എന്ന് വരും. ഇൻ്റഗ്രൽ എ ടു ബി 2πy റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx സ്ക്വയർ dx. ഇത് ആക്ച്വലി എന്താ, ഇതിൻ്റെ 2πy കഴിഞ്ഞിട്ട് വരുന്ന സാധനം നമ്മൾ ആർക്ക് ലെങ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്ത ആ ഇൻ്റഗ്രലിൻ്റെ അകത്തെ ആ സ്ക്വയർ റൂട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇതിന് നമുക്ക് ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എക്സ് പറയുവാണെങ്കിൽ എന്ത് വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു വൈക്ക് പകരം എഫ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് dx. രണ്ടും സെയിം ഫോർമുല തന്നെയാണ്. അപ്പോൾ ഈ ഫോർമുല കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസും ആണ് എങ്കിൽ നമ്മൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ ഇൻ്റർവെലിൽ മൊത്തം എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിളും ആണ് കണ്ടിന്യൂസും, ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും ആണ് എങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി 2πy ഇൻറ്റു ലെങ്ത് ഓഫ് ദ കർവിൻ്റെ ഫോർമുലയാണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി 2πy റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് പറയുന്നതെങ്കിൽ അത് 2π ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ dx ആണ്. ഇത് നമ്മൾ
എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് വൈ ആക്സിസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയും ഉണ്ട്. അടുത്തത് റെവല്യൂഷൻ എബൌട്ട് ദ വൈ ആക്സിസ് എന്ന് എഴുതിയാൽ മതി. റെവല്യൂഷൻ എബൌട്ട് ദി വൈ ആക്സിസ്. Revolution about the y-axis. അടുത്ത ഹെഡിങ് revolution about the y-axis. If x is equal to g of y greater than or equal to 0, if x equal to g of y is greater than or equal to 0, is continuously differentiable on closed interval CD. If x equal to g of y is greater than or equal to 0, is continuously differentiable on closed interval CD, is continuously differentiable on closed interval CD, comma, the area of the surface generated by revolving the graph of x equal to g of y about the y axis is, if x equal to g of y greater than or equal to 0 is continuously differentiable on closed interval CD, the area of the surface generated by revolving the graph of x equal to g of y about the y axis is, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ സി ടു ഡി ആയിട്ട് മാറും. 2πy എന്നുള്ളത് 2πx ആയിട്ട് മാറും. സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy/dx എന്നുള്ളത് എന്തായിട്ട് മാറും? dx/dy സ്ക്വയർ dy എന്നായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് ജി പറയുവാണെങ്കിൽ 2πx എന്ന് പറയുന്നത് g of y സ്ക്വയർ റൂട്ട് ഓഫ് 1 + g' സ്ക്വയർ dy. അപ്പോൾ ഈ ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സർഫസ് നമുക്ക് ആകെ ഈ രണ്ട് ഫോർമുല മാത്രമേ ഉള്ളൂ ഈ സെക്ഷൻ്റെ അകത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 1-2 പ്രോബ്ലംസ് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. അപ്പോൾ സർഫസ് ഏരിയ എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ സി ടു ഡി 2πx സ്ക്വയർ റൂട്ട് ഓഫ് 1 + dx/dy സ്ക്വയർ dy എന്ന് വരും. എക്സ് ആക്സിസ് ആയിരുന്നെങ്കിലോ 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy/dx സ്ക്വയർ dx എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. First question, find the area of the surface generated by revolving the curve y equal to 2 root x 1 less than or equal to x less than or equal to 2 about the x-axis. Find the area of the surface generated by revolving the curve y equal to 2 root x, 1 less than or equal to x less than or equal to 2 about the x-axis. അപ്പോൾ നമുക്ക് ഫിഗറിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആക്ച്വലി എന്താ, ഒരു പരാബോള പോലത്തെ ഒരു സാധനമാണ് അല്ലേ, ഒരു പരാബോള പോലെ ഇരിക്കുന്ന സാധനമാണ്. അതിനെ x ഈക്വൽ ടു 1 തൊട്ട് x ഈക്വൽ ടു 2 വരെ ഇത്രയും പോർഷനേ ഉള്ളൂ നമ്മൾ റിവോൾവ് ചെയ്യുന്നു. ഇത്രയും പോർഷനെ അല്ലേ നമ്മൾ ആ മൊത്തത്തിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രം നമ്മൾ റിവോൾവ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. കുറച്ച് പോർഷൻ മാത്രം നമ്മൾ റിവോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെയൊരു സാധനം ഇങ്ങനെയൊരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊരു സാധനമായിരിക്കും. കാരണം ഇത്ര ഉള്ളൊരു കേർവിനെ മാത്രം നമ്മൾ റിവോൾവ് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ റിവോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കാണിക്കാം. ഫിഗർ വരയ്ക്കേണ്ട കേട്ടോ, ഫിഗറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇതിൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മുടെ കേർവ് വരുന്നത്.
ഇത് കണ്ടോ 1 2 എന്നുള്ള പോയിൻറ്റും 2√2 എന്നുള്ള, അതായത് ഈ പോയിൻറ്റും എക്സ് ഈക്വൽ ടു 1 വരുന്നത്, എക്സ് ഈക്വൽ ടു 2 വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷനെയാണ് നമ്മൾ എക്സ് ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണ് കിട്ടുന്നത്. അതിൻ്റെ സർഫസ് ഏരിയ ആണ് ഇവിടെ. ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഫിഗറിൻ്റെ ആവശ്യമേ ഇല്ല, കാരണം നമ്മൾ ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല y ഈക്വൽ ടു എന്താണെന്ന് തന്നിട്ടുണ്ട്, 2√x. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. dy/dx എന്ന് പറയുന്നത് എന്താണ്? 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് റേസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 എക്സ് റേസ് ടു മൈനസ് ഹാഫ് വരികയിലെ. റീസൺ എന്താ? ക്ലിയർ ആണോ? അത് y ഈക്വൽ ടു ആൻസർ ചെയ്തുവാണ് നമ്മൾ. y ഈക്വൽ ടു 2√x ആണ്. dy/dx എന്ന് പറയുന്നത് 2 കോൺസ്റ്റൻ്റ് ആണ്. √x എന്നതിന് ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? എക്സ് റേസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/2 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n, എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 വരും. എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് ഹാഫ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. മിച്ചം എന്താണ് വരുന്നത്? എക്സ് റേസ് ടു മൈനസ് ഹാഫ്. അതെന്ന് പറയുന്നത് എന്താ? 1/√x ആണ്. നമ്മൾക്കറിയാം എക്സ് ഈക്വൽ ടു 0യിൽ ഇത് ഡിഫൈൻഡ് അല്ല, പക്ഷേ നമ്മുടെ ഇൻ്റർവെല് 1 തൊട്ട് 2 വരെയാണ്. അപ്പം dy/dx എന്ന് പറയുന്നത് നമുക്ക് 1/√x കിട്ടി. പക്ഷേ എക്സ് ഈക്വൽ ടു 1 തൊട്ട് 2 വരെ ഇത് ഡിഫറൻഷ്യബിൾ, അതായത് കണ്ടിന്യൂസ് ആണ്. കാരണം എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമേ ഇത് ഡിഫൈൻഡ് അല്ലാത്തതുള്ളൂ. ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു 2√x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മൾ dy/dx ഈക്വൽ ടു 1/√x. therefore y ഈക്വൽ ടു f of x ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. ഇനി നമുക്ക് എന്ത് വേണം? 1 പ്ലസ് dy/dx സ്ക്വയറും കൂടെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. So this will be equal to 1 plus 1/√x square. അപ്പോൾ 1 plus 1/x വരും, which is equal to x plus 1/x വരും. 1 plus dy/dx square is equal to. ഇനി നമ്മൾ ഫോർമുല എഴുതണം. എക്സിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 റേഞ്ച് തന്നിട്ടുണ്ട്. 2πy റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx സ്ക്വയർ dx ആണ്. ഇതാണ് ഫോർമുല. ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2√x ആണ്. y എന്ന് പറയുന്നത് എന്താ? 2√x ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 2π ഇൻറ്റു y എന്ന് പറയുന്നത് 2√x. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1/x dx വരും. 2π വൈയുടെ വാല്യൂ 2√x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 പ്ലസ് dy/dx സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4π കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 1 to 2 ഈ √xും പോയി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 dx വരും. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 dx എക്സ് പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം, കാരണം അതൊരു ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ 4π ഇൻറ്റു എക്സ് പ്ലസ് 1നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് 1 റേസ് ടു ഹാഫ് എന്ന് പറയുമ്പം എക്സ് പ്ലസ് 1 റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും. റേഞ്ച് 1 to 2. ഇവിടെ എക്സിന് പകരം ഒരു 2x + 1 ഒക്കെ ആയിരുന്നുവെങ്കിൽ, എക്സിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കോയിഫിഷ്യൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, അതിൻ്റെ കൂടെ വന്നത് കോൺസ്റ്റൻറ്റും ആയതുകൊണ്ട് നമുക്ക് x + 1 എക്സ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ കൺസിഡർ ചെയ്യാമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. എക്സ് സ്ക്വയർ വേറെ എന്തെങ്കിലും ടേം ആയിരുന്നുവെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ x + 1 എന്ന് പറയുന്നത് എക്സ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് x റേസ് ടു 3/2 x റേസ് ടു 1/2 ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് x + 1 റേസ് ടു 1/2 ചെയ്യാം. അപ്പോൾ അത് x + 1 റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 3/2 മുകളിലോട്ട് വരുമ്പം 2/3. ഇനി x + 1 എന്ന് പറയുമ്പം 2 + 1 3 റേസ് ടു 3/2 മൈനസ് 2 റേസ് ടു 3/2 എന്ന് വരും. അപ്പം
ദിസ് ഈസ് ഈക്വൽ ടു 8π/3. 3/3/2 എന്ന് പറഞ്ഞാൽ √3/3 ആണ്. അപ്പോൾ 3√3. 2/3/2 എന്ന് പറയുമ്പോൾ 2√2. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 3/3/2 ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. 3/3/2 നമുക്ക് 3/1/2 all⁻3. അപ്പോൾ അതെന്താ √3/3. √3 ഇൻറ്റു √3 ഇൻറ്റു √3. 2√3 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ അത് 3√3. അതുപോലെ തന്നെ 2ൻ്റെ ചെയ്യുമ്പം 2√2. അതാണ് 4πയും 2 കൂടെ 8π/3 ഇൻറ്റു 3√3 മൈനസ് 2√2. ഇതാണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് എന്തേ ചെയ്യുന്നുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ആദ്യം നോക്കേണ്ടത് എന്താ, y ഡിഫറൻഷ്യബിൾ ആണോ, ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് 1 + dy/dx² കണ്ടുപിടിച്ചു, സ്ക്വയർ റൂട്ട് ചെയ്തു, 2πy ഇൻറ്റു അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. Second question, the line segment x equal to 1 minus y 0 less than or equal to y less than or equal to 1. The line segment x equal to 1 minus y 0 less than or equal to y less than or equal to 1 is revolved about the y-axis to generate the cone. The line segment x equal to 1 minus y 0 less than or equal to y less than or equal to 1 is revolved about the y-axis to generate a cone. Find its lateral surface area. The line segment x equal to 1 minus y 0 less than or equal to y less than or equal to 1 is revolved about the y-axis to generate a cone. Find its lateral surface area. Lateral surface area എന്ന് പറയുന്നത് എന്താണ്, ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി, which excludes its base. Which excludes the base area. Base area കളഞ്ഞിട്ടുള്ളതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇപ്പോൾ ഇതാണ് നമ്മൾ y ആക്സിസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ x ഈക്വൽ ടു 1 മൈനസ് y എന്ന് പറയുന്നത് എന്താണ്, x പ്ലസ് y ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ്. അപ്പോൾ നമ്മൾ x 0 കൊടുക്കുമ്പം y 1, അപ്പോൾ ഇത് 1 0, y 0 കൊടുക്കുമ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്, x ഈക്വൽ ടു 1 മൈനസ് y എന്നുള്ള ഇതാണ്. അതപ്പം ഇതിനെ നമ്മൾ y ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുക. y ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു കോൺ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ലൈന് x ഈക്വൽ ടു 1 മൈനസ് y. y 0 തൊട്ട് 1 വരെ വേരി ചെയ്തിട്ട് അപ്പം നമ്മൾ ഇതിനെ y ആക്സിസിൽ ഇങ്ങോട്ട് റിവോൾവ് ഈ ലൈനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ലൈനെ നമ്മൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോണാണ്. ആ കോണിൻ്റെ സർഫസ് ഏരിയ, കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സർഫസ് ഏരിയയുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ സർഫസിൻ്റെ ബേസ് ഏരിയ അല്ലല്ലോ നമുക്ക് കിട്ടും, നമ്മൾ ഈ റിവോൾവ് ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയയിലേ കിട്ടുള്ളൂ. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ തന്നെ നമ്മുടെ എന്താ, മറ്റേ നമ്മൾ ഒറിജിനലി നമ്മൾ സാധാരണ ഒരു കേർവിനെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സർഫസിൻ്റെ ഏരിയയെ കിട്ടുന്നുള്ളൂ, അതിൻ്റെ ബേസ് ഏരിയ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഫോർമുല ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി. ഹിയർ ആദ്യം ജസ്റ്റ് വേണമെങ്കിൽ ഫിഗർ വരച്ചോ, ഫിഗറില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഹിയർ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു വൈയുടെ വേരിയേഷൻ 0 to 1 2πx സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് dx/dy² dy ആണ്. വൈയുടെ വേരിയേഷൻ 0 തൊട്ട് 1 വരെയാണ്. ഇനി dx/dy നമ്മൾ നോക്കുവാണെങ്കിൽ x ഈക്വൽ ടു 1 മൈനസ് y. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, y മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ അത് -1 വന്നു. അപ്പം dx/dy ഈക്വൽ ടു -1. Therefore 1 plus dx/dy² is equal to 1 plus -1 square. -1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ 1 plus 1 ഈക്വൽ ടു 2. Therefore s is equal to integral 0 to 1. ഇവിടെ -1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ ആണ്.
കണ്ടിന്യൂസ് ആണ്, ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. ഇനി 2π ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയർ എന്ന് പറയുമ്പം 2 വരും ഡി വൈ. അപ്പം 2√2π നമുക്ക് പുറത്തെടുക്കാം. 2√2π ഇൻ്റഗ്രൽ 0 to 1 മൈനസ് വൈ ഡി വൈ എന്ന് വരും. √2ഉം 2πയും പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് 2√2π ഇൻ്റഗ്രൽ 0 to 1 മൈനസ് വൈ ഡി വൈ എന്ന് വരും. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 2√2π y minus y square by 2 from 0 to 1. y minus y square by 2 from 0 to 1. 1ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ചെയ്യുമ്പോൾ y square by 2. 2√2π 1 minus 1 by 2 minus 0. 2√2π into 1 by 2. അപ്പോൾ ആൻസർ വരും √2π എന്ന് വരും.